ഹലോ എവ്രി വൺ, ഇറ്റ്സ് അനശ്വര ഫ്രം നീതൂസ് അക്കാഡമി. ഇന്ന് നമ്മൾ IELTS തന്നെ ഏറ്റവും ടഫസ്റ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊഡ്യൂളിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഇസ് റീഡിംഗ് മൊഡ്യൂൾ. റീഡിംഗ് മൊഡ്യൂളിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് വരാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാക്ട് അല്ലെങ്കിൽ ലിറ്ററൽ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതായത് ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ, ഇതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് അക്കോർഡിംഗ് ടു IELTS ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ നോക്കേണ്ട ഒരു കാര്യം ട്രൂ എന്താണ്, ഫോൾസ് എന്താണ്, അല്ലെങ്കിൽ നോട്ട് ഗിവൻ എന്താണെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും കംപ്ലീറ്റ്ലി ആ ഒരു പാസേജിൽ നമുക്ക് ഒരു സെൻറ്റൻസിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രൂ ആണ്. ഇനി ഫോൾസ് ആണെങ്കിലോ ഇൻഫോർമേഷൻ വിൽ ബി കോൺട്രഡിക്ടറി അഥവാ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി നോട്ട് ഗിവൺ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ തന്നെ ഒരു ഒന്നോ രണ്ടോ ചിലപ്പോൾ അതിലെ വേർഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബട്ട് കംപ്ലീറ്റ്ലി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുള്ള എല്ലാ ഇൻഫോർമേഷനും നമ്മളുടെ ആ ഒരു പാസേജിലുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് നോട്ട് ഗിവൺ ആണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ക്വസ്റ്റ്യൻസിലെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അതേ സെയിം ഓർഡർ തന്നെയായിരിക്കും നമ്മൾ പാസേജിലുള്ള ഓർഡർ. അതായത് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഫസ്റ്റ് പാസേജിൽ തന്നെ ഉണ്ടാവും. അതേപോലെ ആ ഒരു സീക്വൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കും ബാക്കി ആൻസേഴ്സ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ബട്ട് ഇതിലും ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോൾസും നോട്ട് ഗിവണും തമ്മിലാണ്. ചില സമയത്ത് ഫോൾസിലും നോട്ട് ഗിവണിലും ചെറിയൊരു വ്യത്യാസത്തിലായിരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറിപ്പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നോക്കാം, എന്നിട്ട് അതിൽ ഫോൾസ് നോട്ട് ഗിവൻ അല്ലെങ്കിൽ ട്രൂ എന്ന് പറയുന്ന ആൻസേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു പാസേജിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന പാസേജിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ടോ എന്ന് നോക്കാം. അതിന് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ കീവേഡ്സ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻ കീവേഡ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് ഡ്യൂറിംഗ് ദി തേർഡ് ഫേസ് ഓഫ് കൺസ്ട്രക്ഷൻ സാൻഡ് സ്റ്റോൺ സ്ലാബ്സ് വെർ പ്ലേസ്ഡ് ഇൻ ബോത്ത് ദി ഔട്ടർ ഏരിയാസ് ആൻഡ് ദി മിഡിൽ ഓഫ് ദി സ്റ്റോൺ ഹെഞ്ച് സൈറ്റ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണുന്ന കീവേഡ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം നോക്കാം. ഫസ്റ്റ് കീവേഡ് എന്ന് പറയുന്നത് സാൻഡ് സ്റ്റോൺ സ്ലാബ്സ്. അപ്പോൾ കീവേഡ്സ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സിനോണിംസ് ആയിരിക്കും മിക്കവാറും നമുക്ക് ഈ ഒരു പാസേജിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനോണിംസ് അല്ലെങ്കിൽ അതിൻ്റെ സെയിം മീനിങ് വരുന്ന വേറൊരു വേർഡ് വേണം നിങ്ങൾ ആദ്യം നോക്കാനായിട്ട്. ഇനി ചില വേർഡ്സിൽ സിനോണിംസ് ഉണ്ടാവില്ല, ലൈക്ക് ഡേറ്റ്സ് അല്ലെങ്കിൽ പേരുകൾ, ലൈക്ക് സം കൈൻഡ് ഓഫ് എ ഫോറിൻ നെയിംസ്, അതിന് സിനോണിംസ് എന്തായാലും ഉണ്ടാവില്ല. അങ്ങനത്തെ കൈൻഡ് ഓഫ് സിനോണിംസ് ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്യാം. 1947 അല്ലെങ്കിൽ 2001 അങ്ങനെ ഏതെങ്കിലും ഒരു ഇയർ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ പാസേജിൽ ആ ഒരു ഇയർ ഏതൊക്കെ ലൊക്കേഷൻസിലാണ് വരുന്നതെന്ന് ആദ്യം നോക്കുക. എന്നിട്ട് ഈ ഒരു ലൊക്കേഷൻസിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിലുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ ഡ്യൂറിങ് ദി തേർഡ് ഫേസ് ഓഫ് കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. ഇതിലെ മെയിൻ കീവേഡ്സ് എന്ന് പറയുന്നത് സാൻഡ് സ്റ്റോൺ സ്ലാബ്സ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റ്. അപ്പം ഇതിൽ നമ്മൾ ഈ രണ്ട് കീവേഡ്സ് വേണം ഫസ്റ്റ് നോക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് മെയിൻ കീവേഡ് എന്ന് പറയുന്നത് ഔട്ടർ ഏരിയാസ്, പിന്നെ മിഡിൽ ഏരിയാസ് ഓഫ് ദി സ്റ്റോൺ ഹെഞ്ച് സൈറ്റ്. ഈ രണ്ട് ഏരിയാസ് അല്ലെങ്കിൽ ഈ ലൊക്കേഷൻസ് റിലേറ്റിംഗ് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ പാസേജിൽ നോക്കുക. പാസേജിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കീവേഡ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മീനിങ് വെച്ച് മാച്ച് ചെയ്യണം. മീനിങ് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 100% എല്ലാ കീവേഡ്സും വരുന്നുണ്ടെങ്കിൽ ആ ഒരു ആൻസർ വിൽ ബി ട്രൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഈ ഒരു രീതിക്ക് നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെയും കൂടി ആൻസർ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഇയർ കൊടുത്തിട്ടുണ്ടല്ലേ, 1600 BC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കീവേഡ്സ് നോക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് ഇയേഴ്സ് കാര്യങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് ആ ഒരു ഇയർ പാസേജിലുണ്ടോ എന്ന് നോക്കാം.
പാസേജിൽ 1600 BC എന്ന് പറയുന്ന ആ ഒരു ഇയർ എവിടെയാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ള ബാക്കി എല്ലാ ഇൻഫോർമേഷൻസും കൂടി ഉണ്ടോ എന്നുള്ളത് ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കാം. ഇനി എല്ലാ ഇൻഫോർമേഷൻസും കംപ്ലീറ്റ്ലി അതിൽ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രൂ ആയിരിക്കും. അല്ല, അതിൽ കുറച്ച് ഇൻഫോർമേഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഓപ്പോസിറ്റ് വ്യൂവിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ സ്റ്റേറ്റ്മെന്റിൽ ബ്ലൂ സ്റ്റോൺസ് സെയിം പൊസിഷനിൽ നിന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ബട്ട് നമ്മുടെ പാസേജിലാണെങ്കിൽ ഡിഫറെൻറ്റ് പൊസിഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് അതിലെ ഇൻഫോർമേഷൻ ഇസ് ഓപ്പോസിറ്റ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫോൾസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലെ മെയിൻ കീവേഡ് എന്ന് പറയുന്നത് ഒരു പേരാണ് അല്ലേ. സിനോണിംസ് ഇല്ലാത്ത കീവേഡ്സ് നോക്കണം എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ജെറൽഡ് ഹോക്കിൻസ് എന്ന് പറയുന്ന ഒരാളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഇതിൽ ജെറൽഡ് ഹോക്കിൻസിൻ്റെ തിയറി അനുസരിച്ചിട്ട് അതിൽ ആസ്ട്രോണമേഴ്സ് ക്രിട്ടിസൈസ് ചെയ്തു എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ളത്. ബട്ട് നമ്മളുടെ പാസേജിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? ജെറൽഡ് ഹോക്കിൻസിന്റെ ഒരുപാട് ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ട്, ബട്ട് ആസ്ട്രോണമേഴ്സ് ആണെന്നുള്ള ഒരു ഇൻഫോർമേഷൻ അതിൽ കൊടുക്കുന്നില്ല. സോ ഈ ഒരു ഇൻഫോർമേഷൻ ഇസ് നോട്ട് ഗിവൻ ഇൻ ദി ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്താണ്? നോട്ട് ഗിവൻ. അപ്പോൾ ട്രൂ, ഫോൾസ്, നോട്ട് ഗിവൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് 3 ആൻസേഴ്സ് അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിൽ മേജറായിട്ട് നമ്മൾ ഈ ചെയ്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കുറച്ച് മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും കീവേഡ്സ് കണ്ടെത്തുക. ഹൈലൈറ്റഡ് ആയിട്ടുള്ള മെയിൻ കീവേഡ്സ് കണ്ടെത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ സിനോണിംസ് നോക്കുക. ഒരിക്കലും സെയിം വേർഡ്സ് നമുക്ക് പാസേജിൽ കൊടുക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്, ദെൻ ദ സിനോണിംസ്. ഇനി സെക്കൻഡ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ്സ് അല്ലെങ്കിൽ നെയിംസ് പോലെയുള്ള സിനോണിംസ് ഇല്ലാത്ത വേർഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ ആദ്യം ഈ പറയുന്ന സിനോണിംസ് ഇല്ലാത്ത വേർഡ്സുകൾ നമ്മൾ ആദ്യം കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ട് ആ സിനോണിംസ് ഇല്ലാത്ത വേർഡ്സിന് ചുറ്റും വേറെ എന്തൊക്കെ വേർഡ്സ് ഉണ്ടോ അതും നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലുള്ള മീനിങ്ങുമായിട്ട് കംപ്ലീറ്റ്ലി മാച്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഇൻഫോർമേഷനും കൊടുത്തിട്ടില്ലേ, ഇങ്ങനെ 3 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റീഡിങ്ങിൽ ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ റീഡിംഗ് മൊഡ്യൂളിലെ ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതുപോലെ ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. Nidus Academy, India's #1 language academy.